ബിഗ് ബോസ് മലയാളം സീസൺ 8 അഗ്നിപരീക്ഷയുടെ ചെറിയൊരു റിവ്യൂ ആണിത്. ബിഗ് ബോസ് അഗ്നിപരീക്ഷയിൽ നിന്ന് ആൾക്കാർ ഇങ്ങനെ കൊഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസവും ചെല്ലുന്തോറും. ഇന്ന് 4 പേര് ഔട്ടായിരിക്കുകയാണ്. 32 പേരിൽ നിന്ന് ഇപ്പോൾ 28 പേരിലേക്ക് മാറിയിരിക്കുകയാണ്. അപ്പോൾ ഇനി എല്ലാ ദിവസവും ഇങ്ങനെ കൊഴിഞ്ഞുകൊണ്ടിരിക്കുമോ, എന്താണ് നടക്കാൻ പോകുന്നതെന്ന് നമുക്കറിയില്ല. എന്തായാലും 4 പേര് വെച്ച് ഓരോ എപ്പിസോഡിലും ഇങ്ങനെ കൊഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ കൊഴിയുന്ന ആൾക്കാരൊക്കെ ഡിസർവിങ് ആണോ, ഇവർ സേഫ് ആക്കിയ ആൾക്കാരല്ല ശരിക്കും സേഫ് ആക്കേണ്ട ആൾക്കാരാണോ എന്ന് നമുക്ക് ചിലപ്പോൾ തോന്നും. അയ്യോ, ഇവർ സേഫ് ആക്കിയ ഈ ആൾക്കാരെ ഒന്നും നമ്മൾ ഈ 2-3 എപ്പിസോഡിലും കണ്ടിട്ടില്ലല്ലോ എന്ന് വരെ തോന്നിപ്പോയി. ഈവൻ ഔട്ടായ ആൾക്കാരൊക്കെ നമ്മൾ പിന്നെ എന്തെങ്കിലും പേരെങ്കിലും അറിയാം, അവരുടെയൊക്കെ പേര് കേട്ടിട്ടുണ്ട്. ഇതിപ്പോൾ പേര് പോലും അറിയാത്ത ആൾക്കാരെയാണ് സേഫ് ആക്കിയിരിക്കുന്നത് എന്ന് കാണുമ്പോൾ തോന്നുന്നു. നിങ്ങൾക്ക് ഇങ്ങനെ തോന്നുന്നുണ്ടോ? അത് ഏതായാലും നമുക്ക് എന്തായാലും ആരൊക്കെയാണ് ഔട്ടായെന്ന് നോക്കാം. 4 പേരാണ് ഇന്ന് ഔട്ടായത്. 6 പേരെ അവർ സേഫ് ആക്കിയിട്ടുണ്ട്. നമ്മുടെ ബിഗ് ബോസിൽ കളിച്ച ഒരു ടാസ്ക് വെച്ചിട്ടാണ് ഇന്നത്തെ എവിക്ഷൻ നടന്നിരിക്കുന്നത്. 3 ഇൻഫിനിറ്റ് പെൻഡന്റ് ഉള്ള ആൾക്കാർ ഇതിനകത്ത് ഒരു ഗെയിം ഒക്കെ കളിച്ചിട്ടുണ്ട്. പക്ഷെ അവരുടെ സ്ട്രാറ്റജി ഇന്ന് വർക്കായില്ല. അവരിട്ട 2 പേരെയും ജഡ്ജസ് സേഫ് ആക്കി. ഇപ്പം അഗ്നിപരീക്ഷയുടെ 5ാമത്തെ എപ്പിസോഡാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ 4 പേര് എവിക്റ്റ് ആയിരിക്കുകയാണ്. ഷാനോ, സ്റ്റീന, നന്ദകിഷോർ, വർഷ, ഈ 4 പേരാണ് എവിക്റ്റ് ആയിട്ടുള്ളത്. അങ്ങനെ ആകെ 10 പേരാണ് ഇപ്പോൾ ഡേഞ്ചർ സോണിൽ ഇട്ടിരിക്കുന്നത്. ടാസ്ക് കളിച്ചിട്ട് ഡേഞ്ചർ സോണിൽ കണ്ടസ്റ്റൻസ് തന്നെയാണ് ആളുകളെ എടുത്തിടുന്നത്. അതായത് ഓരോ ടീമായിട്ട് 4 ടീമായി ഡിവൈഡ് ചെയ്തിട്ട് ആ 4 ടീമുകളും 2 ടീം വെച്ച് ടാസ്കുകൾ നടത്തി അവർ തമ്മിൽ ടാസ്ക് ആണ് നടത്തിയത്. നമ്മുടെ ബിഗ് ബോസിൽ ഓൾറെഡി നടന്നിട്ടുള്ള സീസൺ 7 നടന്നിട്ടുള്ള ഒരു ടാസ്ക് ആണിത്. ഭക്ഷണം കഴിച്ചു നോക്കുക, എന്നിട്ട് നമ്മുടെ മുഖത്തെ ആക്ഷൻ അല്ലെങ്കിൽ റിയാക്ഷൻ വെച്ചിട്ട് ഓപ്പോസിറ്റിലുള്ള ആൾക്കാർ അത് ഗസ് ചെയ്യണം. ആണോ എന്താണോ ഇതാണ് സംഭവം. ഇതായിരുന്നു ടാസ്ക്. സോ ഇവിടെ അങ്ങനത്തെ നല്ല ആവേശോജ്വലമായ മത്സരമായിരുന്നു. നല്ല രീതിയിൽ, അതായത് ടൈ ബ്രേക്കർ ഒക്കെ ഉണ്ടായിരുന്ന ഒരു മത്സരമാണ്. നിർണായകമായ ടൈ ബ്രേക്കർ ഒക്കെ നടന്നതാണ്. അപ്പോൾ എന്നിട്ട് ആ ടൈ ബ്രേക്കറിൽ ആ കണ്ടസ്റ്റന്റിനെ അവരെ ഡേഞ്ചർ സോണിൽ എടുത്തിട്ടു. കണ്ടസ്റ്റന്റിന്റെ കാര്യം അവർ കാരണമാണ് തോറ്റുപോയത്, അതുകൊണ്ട് ഡേഞ്ചർ സോണിൽ ഇട്ടു. പ്രണവ് കാരണമാണ് ആ ടീം തോറ്റുപോയത്. പ്രണവും ഡേഞ്ചർ സോണിൽ ഉണ്ടായിരുന്നു. പക്ഷെ ഇവിടെ പ്രണവിനെ ജഡ്ജസ് രക്ഷപ്പെടുത്തി. പിന്നെ ഇൻഫിനിറ്റ് പെൻഡന്റ് ഉള്ള ആൾക്കാർക്ക് പവർ കൊടുത്തായിരുന്നു 2 പേരെ ഡേഞ്ചർ സോണിൽ ഇടാനുള്ളത്. അവർ ജയിച്ച ടീമിൽ നിന്ന് തന്നെ 2 പേരെ ഡേഞ്ചർ സോണിൽ ഇട്ടു. ടീമിൽ നിന്നല്ല 2 പേരെ, ഷിബിനെയും ഷിജിനെയും ഡേഞ്ചർ സോണിൽ ഇട്ട് അങ്ങനെ ആകെ 10 പേര് ഡേഞ്ചർ സോണിൽ വന്നു. പക്ഷെ ഷിബിനെയും ഷിജിനെയും ജഡ്ജസ് രക്ഷപ്പെടുത്തി. അപ്പോൾ ഇവർ ഡേഞ്ചർ സോണിൽ കൊണ്ടിടും. ഇവരുടെ സ്ട്രാറ്റജീസ് ഒക്കെ നമുക്ക് കണ്ടസ്റ്റൻസിന് കളിക്കാം. ഡേഞ്ചർ സോണിൽ കൊണ്ടിട്ടിട്ട് അവരെ ഔട്ടാക്കിക്കാം. പക്ഷെ ഫൈനലായി ഔട്ടാക്കുന്നത് ജഡ്ജസ് ആയിരിക്കും. സോ അങ്ങനെയാണ് നമ്മുടെ ഷാനോ, സ്റ്റീന, നന്ദകിഷോർ, വർഷ 4 പേര് ഇന്ന് ബിഗ് ബോസ് വീട്ടിൽ നിന്ന് വിട പറഞ്ഞിരിക്കുകയാണ്. ഇന്നത്തെ എവിക്ഷൻ പ്രോസസ്സ് ഭയങ്കര രസകരമായിരുന്നു. കുറച്ച് ക്യൂരിയോസിറ്റി ഒക്കെ ഡെവലപ്പ് ചെയ്തിട്ട് നല്ല രസകരമായിട്ടാണ് ചെയ്തതെന്ന് തോന്നുന്നു. ഇതൊരു നമുക്ക് മുഴുവൻ എപ്പിസോഡ് റിവ്യൂ ആയിട്ട് തീർച്ചയായിട്ടും വരാം. ഇതൊരു ജസ്റ്റ് അപ്ഡേറ്റ് ആയിട്ടേ കൊടുക്കത്തുള്ളൂ. 4 പേര് തന്നെയാണ് ഇന്നും പുറത്തായിരിക്കുന്നത്. അതിനകത്ത് നല്ല പെർഫോം ചെയ്യുന്നവരൊക്കെ ഉണ്ട്. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും? സത്യത്തിൽ ഈ 40 പേര് വന്നതിൽ 10-20 പേര് നല്ല കണ്ടസ്റ്റന്റ് ആയിട്ട് പെർഫോം ചെയ്യാൻ പറ്റുന്നവരാണ് ബിഗ് ബോസിനകത്ത്. അതാണ് വേറൊരു കാര്യം. പക്ഷെ നന്നായിട്ട് പെർഫോം ചെയ്യാൻ കഴിയുന്ന 10-20 പേരോളം 20എങ്കിലും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. സോ അപ്പോൾ ഈ പുറത്താവുന്നവരിൽ പലരും നല്ല ടാലന്റ് ഉള്ളവരൊക്കെയാണ്. സങ്കടകരമായ കാര്യമാണ്. പക്ഷെ തീർച്ചയായിട്ടും അവർക്ക് വലിയ ഓപ്പർച്യൂണിറ്റീസ് കിട്ടും. കാരണം ഈ ഒരു ഷോയിൽ ഇത്രയും ലക്ഷക്കണക്കിന് ആൾക്കാരുടെ മുമ്പിൽ ഏഷ്യാനെറ്റ് പോലത്തെ വലിയൊരു പ്ലാറ്റ്ഫോമിൽ അവരുടെ ഒരു പ്രോഗ്രാം ടെലികാസ്റ്റ് ചെയ്യുമ്പോൾ അതിൽ അവർ പങ്കെടുത്ത് അവർ സെലിബ്രിറ്റി ആവുകയാണ്. പിന്നെ ഇത് ഹോട്ട്സ്റ്റാറിലും വരുന്നു. അപ്പോൾ ഇനി സ്വാഭാവികമായിട്ട് ഇനി അടുത്ത് വരുന്ന ബിഗ് ബോസുകളിലൊക്കെ അവർക്ക് ട്രൈ ചെയ്യാം. അപ്പോൾ അവരുടെ ആ ഗ്രാഫ് മുകളിലോട്ട് തന്നെ പോകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ടാലന്റ് ഉള്ള ഓരോരുത്തർക്കും പുറത്താവുന്നവർക്കും ഒക്കെ വലിയ ഓപ്പർച്യൂണിറ്റീസ് ബിഗ് ബോസ് വഴി തന്നെ കിട്ടാനുള്ള സാധ്യതകളൊക്കെ കാണുന്നുണ്ട്. എന്തായാലും 4 പേര് പുറത്തായിരിക്കുകയാണ്. അപ്പോൾ താങ്ക് യു.